നമ്മള് ഒരു 3 വചനങ്ങൾ എടുത്തുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാൻ പോവുകയാണ്. 3 പ്രധാനപ്പെട്ട വചനങ്ങള്. ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യമുണ്ട്. ഇതിന്റെ വെളിച്ചത്തില് നമ്മൾ ഇന്ന് ഈ ഈസ്റ്ററിന് നമ്മൾ എപ്രകാരം ഒരുങ്ങണം എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ വചനം ലൂക്ക 6:48. ലൂക്ക 6:48 കിട്ടിയൊരു വായിച്ചു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 48. ഇവിടെല്ലാം നമ്മൾ കാണുന്നത് ആഴത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച്. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിതവന് സദൃശം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുക. നമുക്കറിയാം, നമ്മള് ഇടയൊരു ഇത് കെട്ടിടം വെച്ചിരിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറയാം എത്ര അടി ഫയൽ ചെയ്ത് അങ്ങനെ താഴേന്ന് അവര് അടിസ്ഥാനമിട്ടാണ് ആ 2-3 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. കാരണം അതൊരു മാർഷി ലാൻഡാണ്, പാടശേഖരത്തിന്റെ സൈഡാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു അടിസ്ഥാനം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇവിടെ നമ്മൾ കാണുകയാണ്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടു. ചിലർക്കൊക്കെ പറ്റുന്ന എന്നാന്ന് ചോദിച്ചാൽ, കിളയ്ക്കുന്നതാണേലും അവര് അതിന്റെ പുറമേന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെത്തി വിടും. ആഴത്തിൽ കഴിക്കണമെങ്കിൽ ഇച്ചിരൂടെ കിളയ്ക്കാൻ ഇച്ചിരൂടെ കഷ്ടപ്പെടണം, അതിന് കുറച്ചുകൂടെ എനർജി ഉണ്ടാകണം. ഇനി അതിനൊന്നും കഴിയില്ലാത്തതുകൊണ്ട് പുല്ലാണേലും ചുമ്മാ മുകളിൽ നിന്ന് അങ്ങ് വടിച്ചു വിടും. അതും ആഴത്തിൽ കിളച്ച് കിഴങ്ങോടുകൂടി അതെടുത്ത് കളയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആഴത്തിൽ വളരെ കൃത്യമായിട്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. രണ്ടാമത്തെ വചനമാണ് ലൂക്ക 5:4. ലൂക്ക 5-ാം അധ്യായം 4-ാമത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് വളരെ എക്സ്പേർട്ട് മീൻപിടുത്തക്കാരനാണ്. പത്രോസ് നമ്മൾ കാണുകയാണ്, ഈ പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, കർത്താവ് പത്രോസിന് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. എന്തായിരുന്നു? ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. നമ്മൾ ഈ കടൽ തീരത്ത് നിന്ന് ചൂണ്ടയിടും പോലെയല്ല ആഴക്കടലിലേക്ക് പോയി മീൻ പിടിക്കുന്നത്. പത്രോസിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അതിന് പത്രോസ് ഇച്ചിരി കഷ്ടപ്പെടണമായിരുന്നു. പക്ഷെ ആ കഷ്ടപ്പാട് അവൻ നടത്താൻ റെഡിയായി. ആഴത്തിലേക്ക് നീക്കി അവൻ വലയിറക്കി. എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ മീൻ. അതുകൊണ്ട് തന്നെ പത്രോസിന് തന്നെ പറ്റാതെ വന്നപ്പോ അടുത്തുള്ള വള്ളങ്ങളെ സഹായത്തിന് വിളിച്ചു. അവർക്കും കിട്ടിയ അതിന്റെ പ്രതിഫലം ആ വള്ളങ്ങളെല്ലാം നിറയ്ക്കാൻ പറ്റി. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ആഴത്തിലേക്ക് നീക്കി വലയിറക്കിയപ്പോൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ശരിക്കും നമുക്ക് ഈ വേണമെങ്കിൽ നമുക്ക് ഈ നോമ്പ് കാലം എന്തെങ്കിലുമൊക്കെ തൊലിപ്പുറമേയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് പോകാം. വെള്ളിയാഴ്ചയും കടന്നു പൊക്കോളും, ഈസ്റ്ററും എല്ലാം കടന്നു പൊക്കോളും. അങ്ങനെ ഒരു കടത്തിവിടലല്ല നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ശരിക്കും സംഭവിക്കേണ്ടത് ആഴമായ ഒരു ക്ലീനിങ് നമ്മൾ നടത്തണം. ഇടയൊരു വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങള് ആദ്യം ചെയ്തത്, അത് അങ്ങനെ കിടന്നിരുന്നത് കൊണ്ട് അത് കൊണ്ടുപോയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവരോട് അകം പുറം കംപ്ലീറ്റ് അത് നല്ല ക്ലീൻ ആക്കിക്കൊള്ളാം. ആ വണ്ടി അവർ പല പ്രാവശ്യം അതിന്റെ പുറം ക്ലീൻ ആക്കിയതാ. പുറം കണ്ടു കഴിഞ്ഞാൽ നല്ല പുത്തനായിട്ടൊക്കെ ഇരിക്കണേ. പക്ഷെ അതിന്റെ അകം ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നത് കൊണ്ട് അകം അത്രയും അപ്പുറം കാണുന്നത് പോലെ വന്നിട്ടില്ല. നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോ ചില വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ പുറമേ മുടി ചീകിയിട്ടുണ്ട്, പൗഡർ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ബാഹ്യമായിട്ട് സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അകവും കൂടെ അതുപോലെ ക്ലീൻ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, ബാഹ്യമായിട്ടുള്ള ക്ലീനിങ് ആണോ പ്രധാനപ്പെട്ടത്? ആന്തരികമായിട്ടുള്ളതാണ്. ആന്തരികമായിട്ടുള്ളത്. അവിടെ കർത്താവ് പറഞ്ഞ, നിങ്ങളുടെയൊക്കെ പുറം നിങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷെ
അകം അകം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട്? അവിടെയാണ് ഒരു മാറ്റം വരേണ്ടത്, അവിടെയാണ് ഒരു ക്ലീനിങ് നടക്കേണ്ടത്. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ കാണുകയാണ്, ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ ഒരു വലിയ മീൻപിടുത്തം അവിടെ സംഭവിച്ചു. ഒരു വചനം കൂടി നമുക്ക് എടുക്കാം. മൂന്നാമത്തെ വചനം ഇതാണ്, ലൂക്കാ 13:8. ലൂക്കാ 13:8 വചനം. അവിടെ നമ്മൾ കാണുന്നത്, എന്റെ തലക്കെട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഫലം തരാത്ത വൃക്ഷം. ഫലം തരാത്ത വൃക്ഷം. നമ്മൾ സാധാരണ ഒരു മരം കുഴിച്ചു വെക്കുന്നത് ഫലത്തിന് വേണ്ടിയായിരിക്കും, അല്ല വല്ല തണൽ മരമൊക്കെ. ഫലം കിട്ടാൻ വേണ്ടിയാണ് മരം കുഴിച്ചു വെക്കുക. ഈ മരത്തേല് ഫലം നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, വീണ്ടും ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്ത് ഒന്നും കാണുന്നില്ല. ഇവിടെ അങ്ങനത്തെ 1-2 മരം നിപ്പുണ്ട്. വെട്ടണ കാര്യം പറഞ്ഞപ്പോൾ ആരാണ്ട് പറയും, ഒരു വർഷം കൂടെ, ചിലപ്പോ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കായ ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഒരു വർഷം കൂടെ നമുക്ക് നോക്കാം. ഏതാണ്ട് ഇതുപോലെ പറയുന്ന ഒരു രംഗം. യജമാനെ, സേവകൻ പറയാണ്, യജമാനെ, ഞാൻ ഇതിന്റെ ചുവട് കളച്ച് കുറച്ച് ഇതിന്റെ ആഴത്തിൽ കുഴിയൊക്കെ ഉണ്ടാക്കി കുറച്ച് വളമൊക്കെ ഇടാം, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം, ഒരു വർഷം കൂടി നമുക്ക് കാത്തിരിക്കാം, ഉണ്ടാകുന്നില്ലെങ്കിൽ വെട്ടിക്കളയുക. ലൂക്കാ 3-ാം അധ്യായത്തില് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, നല്ല ഫലം തരാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലെറിയപ്പെടും. നല്ല ഫലം തരാത്തത് പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കർത്താവ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എത്ര വയസ്സായി? 70. എത്ര വയസ്സായി? 78. അങ്ങനെ 10, 70, 75, 78, 80 വർഷമൊക്കെ ജീവിച്ചിരുന്നവരുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മള് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നമ്മള് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അത് പുറപ്പെടുവിക്കുന്നവരാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യാം. പത്രോസിലേ പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളോടൊക്കെ ദീർഘക്ഷമ കാണിച്ച് നിങ്ങളെ ഇതുവരെ നശിപ്പിച്ചില്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെടും, നിങ്ങൾ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും, അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ദൈവം നടത്തുന്നത്. നിങ്ങൾ 2 പത്രോസ് 3-ാം അധ്യായം സമയം പോലെ ഒന്ന് വായിച്ചാൽ മതി. അവിടെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കൊരു നല്ല കുമ്പസാരത്തിന് നമ്മളെ ഒരുക്കുന്ന കുറേ കാര്യങ്ങൾ. നല്ല ഒരു കുമ്പസാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം, ആത്മീയ കരുത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നോളും. അതിനെല്ലാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഒരു കുമ്പസാരം. കുമ്പസാരം നടത്താൻ അവകാശമുള്ളവർ കുമ്പസാരം നടത്തണം. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് വല്ല രജിസ്റ്റർ വിഭാഗമോ അങ്ങനെയുള്ള ചില ഗുലുമാലി ചെന്ന് പെട്ടിട്ട് അവകാശം നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കള്ളത്തരത്തിൽ പോയി കുമ്പസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യസന്ധതയില്ലാത്തടത്ത് ഒരു കൂദാശയും ഒരു ഫലവും പുറപ്പെടുവിക്കില്ല. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്, നമ്മളിലെ അടിസ്ഥാന തിന്മകളെ വേരോടെ പിഴുതെറിയണം. എന്നിട്ട് ആ മാനസാന്തരം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാന നന്മകൾ നട്ടു വളർത്തണം. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്കൊരു നൊവേനയിൽ പങ്കെടുത്തിട്ട് അങ്ങ് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് കാരിസ്മാനിലാണേലും ഒരു കൂട്ടായ്മയിൽ വന്ന് പങ്കെടുത്ത് പോകാൻ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ ഫലമായി നിങ്ങളിലെ അടിസ്ഥാന തിന്മകൾ പിഴുതെറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ വരുമ്പോഴേ മഞ്ഞാക്കലച്ഛനും കാര്യച്ഛനും പിന്നെ ബിജിലച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ ചുറ്റും നിന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളിലെ അടിസ്ഥാന തിന്മ പിഴുതെറിയാൻ നിങ്ങളൊരു എഫർട്ട് എടുക്കാതെ, നിങ്ങളൊരു പ്രയത്നമെടുക്കാതെ ആരെങ്കിലും പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അത്ഭുതം നടന്നോളൂ എന്ന് വിചാരിക്കരുത്. ദൈവ അത്ഭുതം പ്രവർത്തിക്കും.
ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതിന് വ്യക്തികളിലേക്ക് നോക്കി പോകുന്നതിനേക്കാൾ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വേരൂന്നി നിൽക്കുന്ന ചില അടിസ്ഥാന തിന്മകളുണ്ട്. അവ പിഴുതെറിയണം. നിസ്സാരം നിങ്ങളുടെ കൈത്തണ്ടയിലെ രോമം ഒന്ന് പറയണമെങ്കിൽ നിങ്ങൾക്കറിയാം, അങ്ങനെ വരുമ്പോഴത്തേക്കും വേദനയുണ്ടാവും. അപ്പം പിന്നെ വേരൂന്നി നിൽക്കുന്ന അടിസ്ഥാന തിന്മകളെ പിഴുതെറിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്? ഒരിക്കലും ആകില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് പത്രോസിനെ പോലെ ആഴത്തിലേക്ക് വലയിറക്കിയ വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെടുക. യജമാനന് വേണ്ടി ജോലി ചെയ്തിരുന്ന പണിക്കാരൻ പറഞ്ഞല്ലോ, ഞാൻ ആഴത്തിൽ കുഴിച്ചിട്ട് വളമിടാം, 1 വർഷം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കണ്ടല്ലോ, കുഴിച്ച് പാറ കാണുന്നിടം വരെ ആ താഴേക്ക് കുഴിച്ചിട്ട് പാറമേൽ അടിസ്ഥാനമിടാൻ തയ്യാറായ വ്യക്തി. ഇവരുടെയൊക്കെ ഗണത്തിൽ പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് നമ്മളിൽ വേരൂന്നി നിൽക്കുന്ന ചില അടിസ്ഥാന തിന്മകൾ അവ പിഴുതെറിയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1866 മുതൽ വായിച്ച വായനാശീലമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ എന്നെടുത്ത് വായിക്കുന്നത് 1866 മുതൽ മുമ്പോട്ടങ്ങ് വായിച്ചാൽ മതി. അവിടെ നമുക്ക് ലഭിക്കുന്നത് 7 അടിസ്ഥാന തിന്മകളെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ചിലരുടെ കുമ്പസാരം കേട്ടാൽ നമുക്കറിയാം ഒരുങ്ങി വന്ന കുമ്പസാരമൊന്നും അല്ല. ആകെപ്പാടെ പറയാനുള്ളത് നുണ പറഞ്ഞിട്ടുണ്ട്, ഞുള്ളിപ്പറിച്ചിട്ടുണ്ട്, തൊഴിച്ചിട്ടുണ്ട്. ഇത് എന്നതാവുക? ചോദിച്ചു പിടിച്ച് വരുമ്പോൾ ഇതിപ്പോൾ ചെയ്തതൊന്നുമല്ല, ഇത് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. ആദ്യത്തെ കുമ്പസാരത്തിന് സിസ്റ്റേഴ്സ് ആരാണ്ടറെ സഹായത്തോടു കൂടി ഒരുങ്ങിയതാണ്. അന്ന് ആ സിസ്റ്റർ നോക്കിയപ്പോൾ ഇതൊരു തേങ്ങയുടെ വലിപ്പമുള്ള കൊച്ചാ, ഇതിന് മാത്രം വലിയ പാപം, നീ തൊഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിലൊരു പൂടപ്പട്ടി ഉണ്ടായിരുന്നു, അതിനായിട്ട് ഞാൻ 2 പ്രാവശ്യം തൊഴിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഈ കൊച്ചിന് വേറെ ഇതിന് മാത്രം വലിയ കാര്യം, എഴുതിക്കോ, തൊഴിച്ചിട്ടുണ്ട്. അതാണ് 70 വയസ്സ് പ്രായമായ അപ്പച്ചൻ കാല് പൊക്കാൻ പോലും പറ്റിയല്ല, എന്നാലും കുമ്പസാരത്തിൽ വരുന്ന പാപ തൊഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുമ്പസാരിച്ചിട്ട് ഫലമുണ്ടായില്ല, അനുഭവം ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ കുമ്പസാരിപ്പിച്ച അച്ഛൻ്റെ കുഴപ്പമാണോ? അല്ല ഒടയ തമ്പുരാൻ്റെ കുഴപ്പമാണോ? ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. 1866 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവ അടിസ്ഥാന തിന്മകൾ. 7 കാര്യങ്ങളുണ്ട്. അടിസ്ഥാന തിന്മകളെന്ന് അവയെ വിളിക്കാനുള്ള കാരണം 2 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അടിസ്ഥാന തിന്മകൾ മറ്റു പാപങ്ങളെ ജനിപ്പിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദേ എൻജെൻഡർ അതർ സിൻസ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1866 മുതൽ വായിച്ചാൽ മതി, അവിടെ കാണാൻ പറ്റും. അവ മറ്റു പാപങ്ങളെ ജനിപ്പിക്കുന്ന പാപങ്ങളാണ് ഈ 7 അടിസ്ഥാന തിന്മകൾ. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അവ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കും. വർഷങ്ങളായിട്ട് അഹങ്കാരിയായിട്ട് ജീവിച്ചൊരു വ്യക്തിയുടെ ആത്മീയത തകർന്നിട്ടില്ലെങ്കിൽ അതിശയിക്കണം, വണ്ടർ അടിക്കണം. കാരണം ഇവിടെ സഭ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്, ഈ അടിസ്ഥാന തിന്മകളിൽ ഒന്ന് നിൻ്റെ ജീവിതത്തിൽ നീ തേനും പാലും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ ആധ്യാത്മികത അത് തകർത്ത് കളയും. ഇതിലേതും ആയിക്കോട്ടെ, ഇവ പിഴുതെറിയാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ അവ നിൻ്റെ ആധ്യാത്മികതയെ തകർത്ത് കളയും. പറയുണ്ട് പിഴുതെറിയണം. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് അപ്രൂട്ട് ദം. ക്യാപിറ്റൽ സിൻസ് അപ്രൂട്ട് ചെയ്യണം, അവ പിഴുതെറിയണം. നമ്മൾ സാധാരണ കപ്പ പറിക്കുമ്പോഴാണേലും
ഓടി ചെന്നിട്ട് ആ കോല് ഇങ്ങോട്ട് പറിച്ചെടുത്താൽ ആ ഒറ്റ വലിക്ക് കോല് പോകുന്നു കേട്ടോ. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? വേണേ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും കിളയ്ക്കണമെങ്കിൽ കിളച്ചിട്ട് നമ്മളതിനെ പതുക്കെ പൊക്കിയെടുക്കും. കാരണം അതിൻ്റെ കിഴങ്ങോടുകൂടി കിട്ടാൻ. നിങ്ങൾ ആരെങ്കിലും കപ്പ നട്ടത് കപ്പക്കോല് പറിച്ചെടുത്തിട്ട് അത് വേവിച്ച് തിന്നാൻ വേണ്ടിയാണോ? അല്ലല്ലോ. കിഴങ്ങ് അതിന് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും. വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ മണ്ണ് ലൂസാക്കണോ? അത് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ അടിസ്ഥാന തിന്മകളെ വേരോടെ പിഴുതെറിയണം. എളുപ്പം നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവനെ അങ്ങോട്ട് ഒതുക്കി നിർത്താം, അത് പോരാ. അല്ലെങ്കിൽ മുകളിൽ നിന്നൊന്ന് വെട്ടിവിട്ടേക്കാം, അത് പോരാ. വേരോടെ പിഴുതെറിയണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഈ അടിസ്ഥാന തിന്മകൾ വഴിമാറിയിട്ട് ആധ്യാത്മിക ഉയർച്ച അവരുടെ ജീവിതത്തിലേക്ക് ചേക്കേറും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അധ്വാനം ഇത് നമ്മുടെ ഭാഗത്ത് നിന്നും വരണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ അടിസ്ഥാന തിന്മകളിൽ ഏറ്റവും വില്ലൻ ആരാണെന്നറിയോ? ലിസ്റ്റിൽ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് അഹങ്കാരം. അഹങ്കാരം. കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പം ഞാൻ അഹങ്കരിച്ചോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഒരു പരിശ്രമം നടത്താതെ കണ്ട് വ്യഭിചാരം ചെയ്തോ? ഇല്ല. കൊലപാതകം ചെയ്തോ? ഇല്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പം അതെല്ലാം ആൻസർ എന്താണ്? ഇല്ല. അതിനേക്കാളൊക്കെ എന്ത് ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണെന്ന് അറിയോ? അഹങ്കാരം. ഈ അഹങ്കാരത്തിന് ഞാൻ ഒരു വീഴും മുമ്പ് വിനീതനാവുക, അതിനകത്ത് കംപ്ലീറ്റ് അഹങ്കാരവും എളിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എത്രയോ ബാഹ്യടയാളങ്ങൾ, അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന ബാഹ്യടയാളങ്ങൾ അതിനകത്ത് തന്നെ. പിന്നെ എൻ്റെ കണ്ണിൽപ്പെടാത്ത വേറെ പലതും കാണും ബൈബിളിൽ. ഒരുപാട് ബാഹ്യ അടയാളങ്ങൾ. ഞാൻ അഹങ്കാരിയാണെന്ന് വിളിച്ചു പറയുന്നത് ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കുമ്പസാരിച്ചിട്ടില്ലാത്തവരുണ്ടാകും. അഹങ്കാരത്തെ കത്തോലിക്ക സഭ നിർവചിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അൺറീസണബിൾ സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ്. അതുള്ളത് നല്ലതാവട്ടോ. ചിലരുടെ കുടുംബത്തിൽ പിശാച് കൊടുകുത്തി വാഴാനുള്ള കാരണം ആ കുടുംബത്തിലുള്ളവരെല്ലാം സുഹൃദേവം പോലെ പറഞ്ഞു നടക്കുന്നത്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്തിനീ കുടുംബത്തുണ്ടായി, ഞാൻ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് പരാജയം. എൻ്റെ പ്രിയപ്പെട്ടവർ, അവർക്ക് സെൽഫ് എസ്റ്റീം ഇല്ലാത്തവരാണ്, സ്വയം ഒരു മതിപ്പില്ലാത്തവർ. അങ്ങനെയുള്ളവരെ ചൂണ്ടയിട്ടാൽ സാത്താന് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് റീസണബിൾ സെൽഫ് എസ്റ്റീം നമുക്ക് വേണം. പക്ഷെ അത് പോയി അൺറീസണബിൾ ആകരുത്. അൺറീസണബിൾ ആയി കഴിഞ്ഞാലുള്ള കുഴപ്പം അതറിയണമെങ്കിൽ വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നുണ്ട് അഹങ്കാരത്തെക്കുറിച്ചും എളിമയെക്കുറിച്ചും. എങ്ങനെയാണെന്നറിയോ? നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും. അഹങ്കാരം എന്താണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹം. സ്വയം സ്നേഹം അത് അൺറീസണബിൾ ആയി കഴിഞ്ഞാൽ ദൈവത്തെ പോലും നിന്ദിക്കും. ദൈവത്തെ നിന്ദിച്ചിട്ടാണേലും വേണ്ടിയില്ല, എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടണം. അതാണ് അഹങ്കാരം എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന. ഇനി എളിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എളിമ സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം. സ്വയം നിന്ദനത്തോളം. അങ്ങനെ ഒരു കാര്യം, അതൊരു പോസിറ്റീവായിട്ടുള്ള, അല്ലാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് അതിനെ കാണരുത്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഗലാത്യർ 2:20 വായിച്ചാൽ കാണാൻ പറ്റും. ഗലാത്യർ 2-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഐ ഡോണ്ട് എക്സിസ്റ്റ്. ഇതാണ്
ഈ ദൈവസ്നേഹം വളരാൻ വേണ്ടി സ്വയം നിന്ദനത്തോളം എത്തുന്നത്. ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കരുത്. ദൈവം എന്നിൽ എല്ലാം ആകാൻ ഞാൻ ഒന്നുമല്ലാതാകുന്നു. സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം, അതാണ് എളിമ. ഇനിയെങ്കിലും നമ്മൾ ഈ എളിമയെന്ന് പറഞ്ഞ് കീറിയ വസ്ത്രവും ധരിച്ച് ഇത് തേഞ്ഞു തീരാറായി ചെരുപ്പ് ഇട്ട് നടക്കുന്നത്, അതല്ലെങ്കിൽ കൈകൂപ്പി പിടിച്ച് നടക്കുന്നത്, കുനിഞ്ഞ് നടക്കുന്നത്, ഒതുക്കി വർത്താനം പറയുന്നത്, ഇതൊക്കെയാണ് എളിമ എന്ന് ചിന്തിക്കരുത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നവര് സ്വയം സ്നേഹം കൊണ്ട് അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്നവരെയും കണ്ടെന്ന് വരും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം ചെയ്യും. കൈകൂപ്പി പിടിക്കും, ഞാനൊന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യും. പക്ഷേ സ്വയം സ്നേഹം അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുക. ദൈവത്തിനറിയാൻ മേലെ നമ്മുടെയൊക്കെ മനസ്സിലിരിപ്പൊക്കെ. നമ്മളൊക്കെ കുറേ പഞ്ചാര വർത്താനം പറയാൻ നമുക്കറിയാം. ഈ കയ്പുള്ള മരുന്നാണേലും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അവരൊരു ഷുഗർ കോട്ടിങ് വെക്കും. വായിലിടുമ്പോഴേ മധുര, അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിപ്പോയാൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. കൊച്ചൊന്ന് വിഴുങ്ങാൻ വേണ്ടിയാണ് ഷുഗർ കോട്ടിങ്. ഇതുപോലെ അഹങ്കാരത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേ ഒരു ഷുഗർ കോട്ടിങ് കൊടുക്കുന്നത് പോലെ നമുക്ക് ചിലപ്പം ചില പദപ്രയോഗങ്ങളൊക്കെ നടത്താം. നമ്മുടെ നടപ്പും നോട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ ക്രമീകരിക്കാം. ദൈവത്തെ കളിപ്പിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ കബളിപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചോളാനാ വചനം പറയുക. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം കാണാൻ പറ്റും. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരം നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന കാര്യം. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. നിങ്ങൾ സമയം കിട്ടുമെന്ന് വായിച്ചാൽ മതി കേട്ടോ. പ്രഭാഷകൻ 10-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 17 വരെ. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെ വായിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്നിൽ അഹങ്കാരത്തിൻ്റെ വേരോടുന്നുണ്ടോ? ഞാൻ അഹങ്കാരിയാണോ അതോ ഞാൻ ശരിക്കും എളിമയുള്ള വ്യക്തിയാണോ എന്നറിയാൻ ഈ വചനഭാഗം ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾ ഏറ്റുമാനൂർ വന്നിട്ട് കാരിസോനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഡ്രൈവ് ചെയ്ത് വരുവാണേലും ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റുമാനൂരിൽ നിന്ന് പെട്ടെന്ന് തിരിയുമ്പം, കാരണം എന്നാന്ന് ചോദിച്ചാൽ വി ഷേപ്പിലൊരു റോഡാണ്. ഒന്ന് അതിരമ്പുഴ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോകുന്നതാണ്, മറ്റേത് ഈ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ വന്നിട്ട് കാരിസോൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന. ഒരു ശകലം വ്യത്യാസമുള്ളൂ. ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി, വഴി മാറും എന്ന് പറഞ്ഞ പോലെ ഞാൻ അഹങ്കാരിയാണോ അല്ലയോ തിരിച്ചറിയാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി അഹങ്കാരത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ എന്നിൽ ഉണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടെത്തണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 37:29 വായിക്കണോ? ചങ്കൂറ്റുള്ളവർക്കേ വായിക്കാൻ പറ്റുള്ളൂ. യെശയ്യാ 37:29 അഹങ്കാരിക്കുള്ള ശിക്ഷ അറിയാൻ ഒറ്റ വചനം വായിച്ചാൽ മതി. ഇത് സെന്നക്കെരിവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. സെന്നക്കെരിവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഒരു പര്യായ പദം, സിനോണിം ഫോർ പ്രൈഡ്. സെന്നക്കെരിവ് അവനാ പറഞ്ഞത്, നിങ്ങളാരും നോക്കിയാൽ നിങ്ങളുടെ ദൈവം നോക്കിയാലൊന്നും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെക്കാൾ വലിയവനാണ്. എന്നൊക്കെ അവൻ്റെ ചിന്ത പോയത്. ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹം. ആ പാപത്തിന് കർത്താവ് ഡിക്ലെയർ ചെയ്ത, കർത്താവ് പരസ്യമായിട്ട് വെളിപ്പെടുത്തിയ ഒരു ശിക്ഷ എന്താണ്? നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട്, ഇതാണ് ശിക്ഷ കേട്ടോ, എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. എന്തിനാ വെറുതെ മൂക്കുത്താൻ തട്ടാൻ്റെയൊക്കെ അടുത്ത് പോകുന്നത്? കർത്താവ് കുത്തിത്തരും കേട്ടോ. കർത്താവ് പറയാം ഞാൻ കുത്തിത്തരാം.
അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും കടിഞ്ഞാൺ നിൻ്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. സന്നക്കരിവ് ദൈവനിന്ദനത്തോളം എത്തിയ അവൻ്റെ അഹങ്കാരത്തിന്, അവൻ്റെ സ്വയം സ്നേഹത്തിന് ദൈവം പ്രഖ്യാപിച്ച ഒരു ശിക്ഷയാണ്. ഇതാണ് നിനക്ക് വരാൻ പോകുന്നത്. അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് കേട്ടാ പേടിയാവും. അവൻ സ്വന്തം മക്കളെ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി. ഈ മക്കളിൽ ഒരാൾ വന്നിട്ട് അപ്പൻ്റെ തല വെട്ടിമാറ്റി, ബിഹെഡഡ്. അതാണ് അവന് സംഭവിച്ചത്. അവൻ്റെ തല വെട്ടിമാറ്റി. എന്നൊക്കെ അഹങ്കരിച്ചിട്ട് അഹങ്കാരിക്ക് കിട്ടിയത് എന്താന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഈ പാപം ചെറുതായിട്ട് നമ്മൾ കാണരുത്. ഒരു വിധത്തിൽ നമ്മൾ അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ജെറമിയ 50:31, ജെറമിയയുടെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനമെടുത്താൽ അവിടെ ദൈവം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും പേര് ചേർത്ത് ചിലപ്പം കർത്താവ് വിളിച്ചെന്ന് വരും. കാര്യച്ച അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. അഹങ്കരിച്ചാൽ ദൈവം എനിക്കെതിരാവും. അത്ര കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അഹങ്കാരം പല രീതിയിൽ വരാൻ കേട്ടോ. ചിന്തയിൽ അഹങ്കാരം വരാം. നിങ്ങൾ 2 മക്കബായർ 5:21 വായിച്ചാൽ, 2 മക്കബായർ 5:21 അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യോക്കസ് ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് വേണമെങ്കിൽ കടലിലൂടെ ഓടാനും കരയിലൂടെ നീന്താനും പറ്റും. സാധാരണക്കാർ ചെയ്യുന്നത് എന്താ? കടലിൽ നീന്തും, കരയിൽ ഓടും. ഇത് നേരെ വിപരീത. എനിക്ക് വേണമെങ്കിൽ, അതാ അഹങ്കാരം മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്താഗതി പോകുന്ന അങ്ങനെയായിരിക്കും. നോട്ടത്തിൽ അഹങ്കാരം വരാം, ഗർവോടെ നോട്ടം, ഗർവ് കലർന്ന കണ്ണ്, ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന. സംസാരത്തിൽ അഹങ്കാരം വരാം. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 30 മുതലൊന്ന് വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്നുണ്ട് നെബൂഖദ്നേസർ രാജാവ്, അവന് എൻ്റെ പ്രതാപത്തിൽ ഞാൻ പണിത ബാബിലോൺ കണ്ടോ എന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ ഉയർത്തി സംസാരിച്ച് ആത്മപ്രശംസ ചെയ്ത അവനീ പറഞ്ഞു തീർന്നത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. നെബൂഖദ്നേസർ, നിന്റെ രാജ്യം നിന്നെ വിട്ടുപോയിരിക്കുന്നു. നീ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും. നീ തുറസായ സ്ഥലത്ത് വെയിലും കൊണ്ട്, മഞ്ഞും കൊണ്ട്, മഴയും കൊണ്ട് നീ അവിടെ കിടക്കും. നിന്റെ രോമം പക്ഷികളുടെ തൂവൽ പോലെ വളരും. നിന്റെ നഖം വളർന്നിട്ട്, ചില ഈ പക്ഷിയുടെയൊക്കെ നഖം വളർന്നിരിക്കുന്നില്ലേ, അതുപോലെയാകും. എന്തൊരു ശിക്ഷയായിരുന്നില്ലേ. എന്തിനാ? സംസാരത്തിൽ അഹങ്കരിച്ചത്. നോട്ടത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിലെ അഹങ്കാരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ 2 മക്കബായർ 9-ാം അധ്യായം എന്ന് വായിച്ചാൽ, 2 മക്കബായർ 9-ാം അധ്യായം. ഇതെല്ലാം ബൈബിളിൽ പകൽ പോലെ വ്യക്തമാക്കി തന്നിട്ട് ഇങ്ങനെയുള്ള പാപം ചെയ്യാൻ ഭയപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഓർത്തിട്ടുണ്ട്, വണ്ടറടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ് അന്ത്യോക്കസ് രാജാവ്. അന്ത്യോക്കസ് ചിന്തയിൽ അഹങ്കരിച്ചവൻ പിന്നീടത് പ്രവൃത്തിയിലേക്ക് വന്നു. 9-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. ഈ അന്ത്യോക്കസിന് യുദ്ധത്തിലൊരു പരാജയം സംഭവിച്ചു, അവൻ്റെ ആൾക്കാർ തോറ്റു. ഉടനെ അവൻ പറഞ്ഞു, ഈ യഹൂദരെ ഞാൻ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യും. അവരെ രഥം റെഡിയാക്കാൻ പറഞ്ഞു. രഥത്തെ ചാടി കയറി. എന്നിട്ട് പറഞ്ഞു, യഹൂദരുടെ അവിടെ ചെല്ലുന്നിടം നിർത്തരുത്. എനിക്ക് കാപ്പിയും വേണ്ട, ചോറും വേണ്ട. അവിടെ ചെന്നിട്ട് അവരെല്ലാം വകവരുത്തണം. ചാടി കയറി രഥത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവന് ഉദരവേദന, വയറുവേദന. അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ പേരിലൊന്നും അല്ല, ശരിക്കും കർത്താവ് കൊടുത്ത മുന്നറിയിപ്പ്. അന്ത്യോക്കസ്, നീ എങ്ങോട്ടാ? കർത്താവ് കൊടുത്ത മുന്നറിയിപ്പ്, ഉദരവേദന. ഉദരവേദന വന്നപ്പോൾ ഇന്ന് ചിലരെ കാണാൻ സാധിക്കും, ചിലർ
നീ എന്തിനാ പിന്നെയും പോയി കുടി തുടങ്ങിയത്? ഈ കുടി കാരണം നിൻ്റെ കുടുംബം തകർന്നുകൊണ്ടിരുന്നതല്ലേ, പിന്നെയും നീ പോയി കുടിച്ചത്? അതെ, കടബാധ്യതയെക്കുറിച്ച് ഓർത്തപ്പം ഞാൻ പോയി ഒരാശ്വാസത്തിന് വേണ്ടി കുടിച്ചതാണ്. കടബാധ്യതയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ കടബാധ്യത മാറുമോ? ഈ കുടിച്ചതും കൂടെ പിന്നെ ബാധ്യതയായിട്ട് മാറുമല്ലോ ഉള്ളു. എന്നിട്ട് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞു പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അന്ത്യോക്കസ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവനൊന്ന് എളിമപ്പെട്ടെങ്കിൽ അവൻ ഈ അവസ്ഥയൊന്നും വരികയില്ലായിരുന്നു, ഈ വയറുവേദന വരില്ലായിരുന്നു. ഇനി അത് കഴിഞ്ഞ് വയറുവേദന വന്നപ്പോൾ അവനൊന്ന് അനുദവിച്ചെങ്കിൽ അത് കഴിഞ്ഞ് വന്നതൊന്നും അവന് വരികയില്ലായിരുന്നു. വയറുവേദന വന്നപ്പോൾ അതൊന്ന് മറക്കാൻ വേണ്ടിയാണ്, ഈ കടബാധ്യത മറക്കാൻ വേണ്ടി കുടിച്ചെന്ന് പറഞ്ഞ പോലെ അന്ത്യോക്കസ് രഥം ഓടിച്ചവനോട് പറഞ്ഞു, എടാ സ്പീഡ് ഇതൊന്നും പോരാ, മാക്സിമം സ്പീഡിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു. സ്പീഡ് കൂട്ടണമെന്ന് പറഞ്ഞു. സ്പീഡ് കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ വായിച്ച രസകരമായ കാര്യങ്ങളാണ്. അന്ത്യോക്കസ് രഥത്തിൽ നിന്ന് തെറിച്ചുപോയി. അവർ രഥത്തിൽ നിന്ന് തെറിച്ച് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സർവാംഗം വേദനിച്ചു. ഒരു ഉദരവേദന അത് എടുക്കേണ്ട പോലെ എടുക്കാതെ വന്നപ്പോഴത്തേക്കും കണ്ടോ പിന്നെ എന്നാ സംഭവിച്ചേ? സർവാംഗം വേദനിച്ചു. അത്രയായിട്ടും അവൻ അനുദപിച്ചില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറ്റകൈ ദൈവം പ്രയോഗിച്ചു. ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങി. എന്തൊരവസ്ഥയായിരിക്കും? നമ്മളാരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ? നമ്മളേതായാലും മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പുഴുവരിക്കും. അത് പിന്നെ അതിനുള്ളതാണ് നമ്മുടെ ഈ ശരീരം. എന്നിട്ട് നിത്യം ജീവിക്കേണ്ട ആത്മാവിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ ഈ ശരീരത്തെ പൂജിച്ചുകൊണ്ടിരിക്കുക. ഇത് പുഴുവരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഇത് മരിച്ചു കഴിഞ്ഞിട്ട് അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് വന്നതല്ല. ജീവിച്ചിരിക്കുക അവൻ്റെ ശരീരം പുഴുവരിച്ചു. അവൻ്റെ സകല പിടിയും വിട്ടു. അവന് മനസ്സിലായി ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ലെന്ന്. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് ലേറ്റായിപ്പോയി. അവന് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞത് ലേറ്റായിപ്പോയി. നമുക്ക് മാനസാന്തരപ്പെടാനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഇനി ഇവൻ്റെ അന്ത്യം വളരെ പരിതാപകരമായിരുന്നു എന്നുള്ളത് ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടാൽ ദൈവാശ്രയത്വം നമുക്കുണ്ടാകും. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ, തകർച്ചകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ കൊച്ചുമക്കൾക്ക് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരു കാരണവശാലും അവർക്ക് എത്ര കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും അവരെ അഹങ്കരിക്കരുതേ. സമ്പത്തിൽ അഹങ്കരിക്കാം, സൗന്ദര്യത്തിൽ അഹങ്കരിക്കാം. അഹങ്കാരം വേണേ നെക്ലേസ് പോലെ അലങ്കാരമാക്കാം. നിങ്ങൾ ആ സങ്കീർത്തനം 73 6 വചനം വായിച്ചാൽ മതി. അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു എന്ന് പറഞ്ഞാൽ നെക്ലേസ് ധരിച്ചിരിക്കും പോലെ അഹങ്കാരം ധരിച്ചിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പാപികളാണെങ്കിലും എളിമപ്പെട്ടാൽ കർത്താവ് പറയും സാരയില്ല മോനെ സാരയില്ല. എന്തെല്ലാം തെറ്റുകൾ വീഴ്ചകൾ നിനക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ അനുതാപം ഇത് മതി. നിൽക്കാം 1 രാജാക്കന്മാർ 21:27. 1 രാജാക്കന്മാർ 21:27 നമ്മൾ കാണുന്നു. ആഹാബിൻ്റെ അടുത്തേക്ക് പ്രവാചകൻ വരുന്നു, ഏലിയ പ്രവാചകൻ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, നീ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ കേട്ടോ. നീ മൂലം നാബോത്ത് ഒരു നിരപരാധിയായ മനുഷ്യനാണ്. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. നിരപരാധിയുടെ രക്തം പട്ടി നക്കി കുടിക്കേണ്ടി വന്നു നീ കാരണം. അതുകൊണ്ട് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ഇത് കേട്ടത് ആഹാബിൻ്റെ പിടിവിട്ടു. ആഹാബ് അവിടെ ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിച്ചത്. ആഹാബ് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി. എന്നിട്ട് അവൻ ചെയ്തത് എന്താണ്? രാജകീയ വസ്ത്രം മാറ്റി, മേത്ത് ചാരം വാരിയിട്ട് ഉപവാസം അനുഷ്ഠിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അവിടെ കാണാൻ പറ്റും. ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അതുകൊണ്ട്
അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഞാൻ മാറ്റിവിടുന്നു. ഇത്രേ ഉള്ളൂ. നമ്മളെ ഇപ്പം വകവരുത്തും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ നെളിമപ്പെട്ട് കർത്താവിൻ്റെ പക്കലേക്കൊന്ന് തിരിഞ്ഞാൽ ഒരു തുള്ളി കണ്ണീരോടൊന്ന് കുമ്പസാരിക്കാൻ പറ്റിയ കർത്താവിൻ്റെ കരൾ അലിഞ്ഞിട്ട് നമ്മളെ വാരി പുണർന്ന് കഴിഞ്ഞതൊക്കെ പോട്ടെ, നീ ഇനി അതേക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ട, മിണ്ടുവാൻ വേണ്ട. നിങ്ങൾ യെശയ്യാ 43:25 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 43:25, നിന്റെ ഇന്നലകളിലെ പാപങ്ങൾ നീ ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. അതുപോലെ ഒരു സ്വഭാവം നമുക്കുണ്ടാവണം കേട്ടോ. നമ്മുടെ സഹോദരങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മഹാപാപം ചെയ്തവരായിരിക്കാം, എന്നാലും ഇനി അതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി വന്ന മുറിവെന്ന് ആ പൊറ്റം വലിച്ചു പറിക്കും പോലെയാണ് ചിലർ. ഒരു കാരണവശാലും ആ പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടാണേലും കരുണ കാണിക്കാൻ പറ്റുക. അത് കാണിക്കുന്നവർക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് യോഗ്യതയുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് വെടിഞ്ഞ് എളിമയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. ലൂക്ക 14:11, 18:14 വായിച്ചാൽ മതി. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും.